ഹലോ, വെൽക്കം ബാക്ക് ടു സഫ്ലഷ് വ്ളോഗ്സ്. ആസ് യു ക്യാൻ സി, നമുക്കിന്നൊരു സദ്യ കഴിച്ചിട്ട് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനാട്ടോ വന്നിരിക്കുന്നത്. ആസ് യൂഷ്വൽ സദ്യ എന്ന് പറയുമ്പോൾ ലഞ്ച് തന്നെ ആയിരിക്കുമല്ലോ. അതെ, അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മച്ചിയുടെ ബ്രദർ, എൻ്റെ മാമയും അവരുടെ വൈഫ് മാമിയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ വന്നത്. അവിടുന്ന് പിന്നെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ട് നമ്മളങ്ങനെ കരാമലിക്കാണ് പോയത് കേട്ടോ. കരാമ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ എവിടെയാണ് എന്ന് വേറെ സ്ഥലം ആലോചിക്കേണ്ട ആവശ്യമില്ല. കരാമയിൽ തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും. അപ്പോൾ നമ്മൾ കരാമയിലുള്ള ഒരു അമ്പാടി റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അവിടെ നല്ല അടിപൊളി സദ്യ കിട്ടുന്നത് കൊണ്ട് നമ്മൾ വന്നതാണ്. പക്ഷെ നല്ലോണം കറികളുണ്ട് കേട്ടോ. അവർ നമ്മളടുത്ത് നമുക്ക് നല്ല സ്പെഷ്യൽ കെയറിങ് ഒക്കെ തന്നിട്ട് നല്ല സർവീസായിരുന്നു. അവിടുത്തെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ തന്നെയാണ് നമുക്ക് സെർവ് ചെയ്ത് തരുന്നതും. നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ കറികളൊക്കെ വരാൻ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഓരോ കറികൾ നമുക്കിങ്ങനെ കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. ലൈക്ക് മുളക്, മറ്റേ വറുത്ത മുളക്, ചമ്മന്തിപ്പൊടി, അച്ചാർ, പിന്നെ ഈ മാമ്പഴ പുളിശ്ശേരി പ്ലസ് മാമ്പഴവും മീൻസ് മാംഗോയും അതുപോലെ തന്നെ പൈനാപ്പിൾ കിട്ടിച്ചിട്ട് ഉള്ളൊരു കറി. അതാണ് ആ ഒരു യെല്ലോ കളറിൽ കാണുന്നത്. പിന്നെ ക്യാബേജ് ഉപ്പേരി, ലൈക്ക് തോരൻ, അങ്ങനത്തെ ടൈപ്പ് പപ്പടം, പിന്നെ അവിയൽ. പക്ഷേ എനിക്ക് അവിയൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വലിയ രസമില്ല കഴിക്കാൻ. വേറൊരു ടൈപ്പായിരുന്നു അവിയൽ. ബാക്കിയൊക്കെ നല്ല അടിപൊളി കറികളായിരുന്നു കേട്ടോ. ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല അങ്ങനെ ക്യാബേജ് ഉപ്പേരിയൊക്കെ വന്നു. ഞാൻ അറ്റത്തൊരു സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ സീറ്റിംഗ് ശരിയില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇത് മീൻ പീരയാണ് കേട്ടോ. ഈ മീനിൽ ഫിഷിൽ ഈ തേങ്ങയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ പിന്നെ ചോറ്, എല്ലാവർക്കും ചോറ് സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നമ്മൾ കഴിയും തോറും അവർ വന്ന് നമുക്ക് ചോദിച്ചിട്ട് നമുക്കിങ്ങനെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്താ ആവശ്യം, നമ്മുടെ ആവശ്യം നോക്കിയിട്ട്. അപ്പോൾ ചോറ് വന്നു. നല്ല ചൂട് ചോറായിരുന്നു. പിന്നെ കപ്പയും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 3 ടൈപ്സ് കറി ഉണ്ടായിരുന്നു. ഒന്ന് പരിപ്പ്, പിന്നെ സാമ്പാർ ആൻഡ് ഫിഷ് കറി. ആസ് യൂഷ്വൽ ഞാൻ ഫിഷ് കറിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല മുളകിട്ട ഫിഷ് കറി ആയിരുന്നു. അതും നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എന്താ ഫിഷ് എന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ കുറവായിട്ടുള്ളൊരു ഫീൽ അപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള കാഷ്യൂ നട്ട് കറിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം, അത് അടിപൊളിയായിരുന്നു. പിന്നെ രസമുണ്ട്, പിന്നെ മറ്റേ മോര്, അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് ദിശയില്ലാതെ എങ്ങോട്ട് പോകാമെന്നൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ദിശയില്ലാതെ ഉള്ളൊരു യാത്ര എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ആ റോഡ് വെച്ചിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. ആ ഒരു ഭാഗത്തേക്കാണ് പോകാൻ നമ്മൾ അങ്ങനെ ഡിസൈഡ് ചെയ്തത്. വെച്ചാൽ ഡെസ്റ്റിനേഷനൊന്നുമില്ല പ്രത്യേകിച്ച്, ജസ്റ്റ് ഒരു ഡ്രൈവ് അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പം നല്ല നട്ടുച്ച ടൈമാട്ടോ, നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നെക്സ്റ്റ് ഹോളിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും അവിടെ നിന്ന് കയറി ഇറങ്ങിയിട്ട് പോയി. പിന്നെ നമ്മൾ ഒരു ലോങ് ഡ്രൈവ് എന്നുള്ളൊരു മൂഡിലാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന സ്ഥലം, ആ റൂട്ടിൽ പോകാമെന്നാണ് പറഞ്ഞത് മാമ. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടുത്തെ ഒരു വൈബ് ആയിട്ടുള്ള ഒരു വ്യൂസും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് റോഡ് വ്യൂസ് അങ്ങനെയുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ ഭാഗങ്ങൾ എങ്ങനെയാണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ യു എ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ നമ്മുടെ ദുബായ്, ഡൗൺ ടൗൺ, അങ്ങനെ ആ ഒരു ലക്ഷറി ഏരിയ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെയും കൂടി ഏരിയ യു എ എന്ന് പറയുന്ന അതിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം അലൈൻ, പിന്നെ ഫുജൈറ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും. ഡെസേർട്ടും മൗണ്ടെയ്ൻസും അങ്ങനെയുള്ള ഏരിയാസൊക്കെ ആയിരിക്കും.
അലൈൻ മൗണ്ടൻ ഏരിയ ആണെങ്കിലും ഈ ഒരു അലൈൻ എത്തിയിട്ടില്ല കേട്ടോ. അലൈൻ പോണ ഒരു ബോർഡറാണ്, ദുബായ് അലൈൻ ബോർഡറാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ നല്ല നമ്മൾ പോകും തോറും അലൈൻ എത്തും തോറും ക്ലൈമറ്റ് നല്ലോണം ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഈ ഭാഗമൊക്കെ നല്ല പൊടിക്കാറ്റാട്ടോ, നല്ല പൊടിക്കാറ്റുണ്ട്. നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് ഇതെന്തിങ്ങനെ പറന്ന് വരുന്നത്. നമ്മൾ ആ ദുബായ് ഭാഗത്തൊന്നും അങ്ങനെ കാറ്റോ അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അലൈൻ്റെ ആ ഒരു കറക്റ്റ് ബോർഡർ എത്തിയപ്പോൾ അൽഫക്ക അങ്ങനെ എന്തോ സ്ഥലത്തിൻ്റെ പേരാ, ആ ഒരു ഭാഗം എത്തിയപ്പോൾ, ആ ഒരു ഡിസ്ട്രിക്റ്റ് എത്തിയപ്പോൾ അവിടെ നല്ല കാറ്റല്ല നല്ല പൊടിക്കാറ്റ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ പൊടി ഇങ്ങനെ പാറി പറയുക വെച്ചാൽ ക്ലൈമറ്റും ഒരു ക്ലൗഡി ആയിട്ട് മാറിയിട്ടുണ്ട്. അത്രയും ചൂട് നിന്ന്, പക്ഷെ ചൂടുണ്ട്, നമ്മൾ ഗ്ലാസ് തുറന്ന് നോക്കിയപ്പോൾ ചൂടുണ്ട്, പക്ഷെ നല്ല ക്ലൗഡി ആയിട്ട് മാറിയിട്ടോ ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ചേഞ്ചായി. അപ്പം നമ്മളിങ്ങനെ നോക്കുക എന്തെങ്കിലും പെട്ടെന്ന് ചേഞ്ചായി. പക്ഷെ നമ്മൾ അതിന് മുമ്പത്തെ ഒരു ദിവസം കണ്ടോ കാറ്റ് കണ്ടോ, നല്ല കാറ്റുണ്ട്, നല്ല തരം കാറ്റുണ്ട്. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഗ്ലാസ് ഓപ്പൺ ചെയ്തില്ല, കാരണം അത്രയും പൊടിയ. കാരണം അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എന്താ ഡെസേർട്ട്. അതെ, മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും കുറച്ചും കൂടി പോയപ്പോഴത്തേന് മഴ സ്റ്റാർട്ട് ചെയ്ത്, മഴ തിമിർത്ത് പോയി. നമ്മൾ വിചാരിച്ചു ദുബൈയിലും ഉണ്ടാവും മഴ എന്ന് വിചാരിച്ചു, പക്ഷെ ദുബൈയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് പേടിയാവാൻ തുടങ്ങി. നല്ല കാറ്റുണ്ട്, നല്ല മഴയുണ്ട്. അപ്പം നമുക്ക് പേടിയാവാൻ തുടങ്ങി. കാരണം പോകും തോറും ആ ഒരു ഭാഗം നീങ്ങും തോറും നല്ല കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ പേടിയുണ്ട്. ആ കാറ്റ് വരുമ്പോൾ പേടി. മഴ മാത്രമാണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം നമ്മൾ ദുബൈയിൽ വന്നിട്ട് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ മഴ. ഇത്രയും ഹെവി ആയിട്ടുള്ള റെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. പെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ചെറിയ ചാറൽ പോലെ ആയിട്ടുള്ള മഴ അങ്ങനെ പെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഹെവി റെയിനായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ചിയുവിന് ഓർമ്മയിൽ റെയിൻ എന്ന് പറയുന്നത് അവൾ കണ്ടിട്ടേ ഇല്ല. അവളുടെ ഓർമ്മയിൽ ഇതാട്ടോ ഫസ്റ്റ് ടൈമായിട്ട് ചിയു റെയിൻ എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ അവൾ നല്ല എക്സൈറ്റഡ് ആയത്, എന്താ മമ്മ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്ലാസ്സൊന്നും തുറക്കാൻ ഒരു വഴിയില്ല, കാരണം മൊത്തം കാറ്റായതുകൊണ്ട് എന്താ പറയുക, കാറിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറും. അതുകൊണ്ട് നമുക്ക് വിൻഡോസ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നെങ്കിലും നമ്മൾ വിൻഡോസിലൂടെ കണ്ട് നല്ല അടിപൊളി ആസ്വദിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ ഈ കാറ്റാണ് നമ്മളെ കുറച്ച് പേടിപ്പിച്ചത്. കാരണം നമ്മൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ആ പാം ട്രീസിൻ്റെയൊക്കെ പെട്ടെന്നായിരിക്കും അവർ വേരധികം സ്ട്രോങ് ഉണ്ടാവില്ല റൂട്ട്. അപ്പോൾ പുറത്തിങ്ങനെ റോഡിൽ ഓരോന്നിങ്ങനെ പൊട്ടിക്കിടക്കുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പേടിയാവുന്നുണ്ടാവും എല്ലാവരും. പെട്ടെന്ന് കൺട്രോൾ പോകും. മാതിരി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാറ്റും മഴയും. അത് UAE വന്നിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ. നമുക്കത് കാണുമ്പോൾ ഒരു രസമുണ്ടെങ്കിൽ കൂടി ഉള്ളിലൊരു ചെറിയൊരു ഭയമുണ്ട്. നമ്മളിങ്ങനെ ഡിസൈഡ് ചെയ്യണം നിർത്തണോ അതോ പോകണോ എന്ന് പറഞ്ഞിങ്ങനെ എവിടെയെങ്കിലും സൈഡായി നിർത്തണോ പോകണോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല എല്ലാവരും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കാർ. അപ്പം നമുക്കും നിർത്താമെന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു നമ്മൾ. കാരണം അത്രയും കാറ്റായതുകൊണ്ട് കാറ് ചിലപ്പോൾ പറന്നു പോകാനുള്ള ഒരാശയുണ്ട്. അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു കുറച്ച് നേരം. എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി, മാറുമോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ചിയുവിന് ഇതൊരു ഭയങ്കരമായൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു പുറത്ത്. ചിയു അതൊക്കെ ഇങ്ങനെ കയ്യൊക്കെ ഇട്ട് ആസ്വദിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ
ഇതൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ശല്യപ്പെടുത്തി നമ്മളൊന്ന് കുറച്ചൊന്ന് ഗ്ലാസ് ഓപ്പൺ ചെയ്ത വിൻഡോ ഓപ്പൺ ചെയ്താട്ടോ അപ്പോൾ എടുത്തൊരു കാഴ്ചയാണിത്. അയ്യോ, നമുക്ക് ശരിക്കും നമ്മുടെ കാറിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് ഫോഴ്സ് ചെയ്തിട്ട് വരുന്നത് റെയിൻ വരുന്നത്. അപ്പം നമ്മൾ കാറിങ്ങനെ ഒരു കുലുങ്ങുന്ന പോലെ ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര തിരിച്ചു പോയാലോ എന്നൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ നമ്മൾ ഏതായാലും വന്നതല്ലേ, നമുക്ക് കുറച്ചും കൂടി പോവാം. ടൈം അത്രയൊന്നും ആയിട്ടില്ല, ഒരു 4:10 അത്രയൊക്കെ ആയിട്ടുള്ളൂ ടൈം. നിങ്ങൾ കണ്ടില്ലേ, അത് ആ ഒരു വെള്ളം ഇങ്ങനെ ഫ്ലഷ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന ഭയങ്കര ഫോഴ്സിൽ പ്രഷറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ കാണുമ്പോൾ നല്ലൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു റെയിൻ ഇങ്ങനെ കുറേ നാളുകൾക്ക് കാണാനല്ലേ അറിയാം. നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല മഴയാണെന്ന് അറിയാം. പക്ഷെ അപ്പോൾ ഇതും കൂടി കാണുമ്പോൾ നമുക്ക്, പക്ഷെ പുറത്ത് തണുപ്പൊന്നും ഇല്ല കേട്ടോ വലിയ. നമ്മൾ കുറച്ച് നേരം ഒരു ഇടയിൽ ആ കാറ് പോയത് കൊണ്ടോ, കാറിൻ്റെ ആ ബാക്കത്തെ ആ സംഭവങ്ങളൊക്കെ പോയി കാറ്റടിച്ചിട്ട്. പക്ഷെ അത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പം മെല്ലെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, കുറച്ച് കുറഞ്ഞു ആ ഒരു ഫോഴ്സിലുള്ള കാറ്റും മഴയും കുറച്ചൊന്ന് ഒതുങ്ങി. അപ്പോൾ നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞ് മെല്ലെ കാറെടുത്തിട്ട് ആസ് യൂഷ്വൽ നമുക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് ഇല്ല, ബട്ട് നമ്മളിങ്ങനെ ഒരു ഡ്രൈവ് എന്തായാലും തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ. ബട്ട് നമ്മൾ പിന്നെ വിചാരിച്ചു വന്നതല്ലേ, സ്റ്റിൽ കാറ്റുണ്ട് കേട്ടോ, മഴ കുറഞ്ഞെങ്കിലും നല്ലോണം കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുനിന്ന് വേഗം പോകാമെന്ന് പറഞ്ഞ് നമ്മൾ വേഗം പോവാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇത്രയ്ക്ക് മഴയും കാറ്റൊക്കെ. പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു അൽഹയർ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ആ ഡിസ്ട്രിക്റ്റിലേക്ക് എത്തിയപ്പോൾ അത്രയ്ക്ക് മീൻസ് കാറ്റുമില്ല മഴയില്ല ഒന്നുമില്ല, ഒരു ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ്. പക്ഷെ മഴയില്ല കാറ്റില്ല ഒന്നുമില്ല, ഭയങ്കര ശൂന്യം. നമ്മൾ ശരിക്കും ഷോക്ക്ഡായി. കാരണം ഇതിന് തൊട്ടപ്പുറത്തെ ഒരു ഇതിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഷോക്ക്ഡായിരുന്നു കേട്ടോ നമ്മൾ. കാരണം നമ്മൾ പറയാൻ തുടങ്ങി എന്താ ഇതിങ്ങനെ കേട്ടോ. ഈ ഭാഗമൊക്കെ എത്തിയപ്പോൾ ഒട്ടും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഒതുങ്ങി. കാറ്റുണ്ട് കേട്ടോ, നല്ലോണം കാറ്റ് വീശുന്നുണ്ട്. പക്ഷെ നല്ല ഒതുങ്ങി, മഴ നല്ലോണം ഒതുങ്ങിയുണ്ട്. യു എയിൽ മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങളെ കാണിച്ചു തന്നതാട്ടോ. മഴ പെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് പെയ്യുക. കാരണം ഇത് ഡെസേർട്ട് ഏരിയ ഒക്കെ ആയതുകൊണ്ട് നല്ല കാറ്റും നല്ല കാറ്റും അതുകൊണ്ടാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ റോഡിൽ ഇങ്ങനെ സെൻട്രലായിട്ട് ഇങ്ങനെ കുറേ അവർ ആർട്ടിഫിഷ്യലായിട്ട് പ്ലാന്റ് ചെയ്തതാണ്, വന്നതല്ല. അപ്പോൾ അതിൻ്റെ റൂട്ട്സൊക്കെ ഭയങ്കര അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് നല്ല കണ്ടോ ഈ ഏരിയ എത്തിയപ്പോൾ ഫുള്ള് മഴയില്ല, ഒട്ടുമില്ല, ഡ്രൈ ആയിട്ട് കിടക്കുന്നൊരു ഏരിയ പോലെ നമുക്ക് തോന്നിട്ടോ. കാരണം മഴ ആ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മഴ. ശരിക്കും നമുക്ക് അയ്യോ ഇതെന്താ ഇങ്ങനെ ഒരു ഡ്രോപ്സ് പോലും ഇവിടെ വന്നിട്ടില്ല മഴ. നമ്മൾ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല റെയിന്. അതാണ് യു എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അവർക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ പെയ്യും. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ആലോചിക്കും, ഇതൊക്കെ യു എൻ്റെ ഭാഗം തന്നെയാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് പോകട്ടോ. ഇതൊക്കെ അലൈനിലേക്കുള്ള ആ ഒരു വഴിയാട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു, പ്ലാനൊന്നും ഇല്ലാതായപ്പോൾ മാമയുടെ ഫ്രണ്ട് ഉണ്ട് ഒരു ഈ ഷെയ്ഖ് സായിദിൻ്റെ ഒരു പേഴ്സണൽ ഡോക്ടറാണ്. അപ്പം ഇതിവിടുത്തെ ഒരു ടൗണാണ് കേട്ടോ, മിനി ടൗണാണ്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു ടൗൺ മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതൊരു മിനി ടൗണാണ് ഈ ഒരു ഏരിയയിൽ. എന്ന് വെച്ചാൽ ഫുൾ അറബ്സൊക്കെ വരുന്നതായിരിക്കാം. കണ്ടിട്ടൊരു എന്താ പറയുക, നമ്മുടെയൊക്കെ അവിടെയുള്ള ഷോപ്പ്, കുഞ്ഞു കുഞ്ഞു ഷോപ്പ് പോലത്തെ അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ കൂടുതൽ റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ ഈ ഭാഗത്തൊക്കെ. കൂടുതലായിട്ട് ഇവിടുത്തെ സിറ്റിസൺസ് തന്നെയാണ് ഉള്ളത്, സ്റ്റേ ചെയ്യുന്നത്. പല ടൈപ്പ് ഷോപ്പുകളുണ്ട് ഇവിടെ. ചെറിയൊരു ടൗണ്, മിനി ടൗൺ. എനിക്ക് ഒരു ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കഴിക്കാം, ഈവനിങ് ആയല്ലോ, നല്ല മഴയൊക്കെ ആസ്വദിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ നമ്മളൊരു ചായയും പിന്നെ സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിയു അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിൽ മീൻസ് നമുക്കൊരു പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പോവാം. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പാർക്കാട്ടോ. അപ്പോൾ നമ്മൾ കയറാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ചിയു നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ പിന്നെ കയറണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. നിർത്തിയൊന്നുമില്ല, ജസ്റ്റ് സ്ലോ ആക്കി ഇറങ്ങണമെന്ന് പറഞ്ഞു. ചിയു ഉറങ്ങിയത് കാരണം നമ്മൾ ഇറങ്ങിയില്ല. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഏരിയ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആൻഡ് എല്ലാ ഭാഗവും, മോസ്റ്റ്ലി എല്ലാ ഭാഗവും അലൈൻ എന്ന് പറയുന്നത് കുറച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് കേട്ടോ അലൈൻ എന്ന് പറയുന്നത് അബുദാബിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. പക്ഷെ ഞാൻ ഫസ്റ്റൊക്കെ ദുബൈയിൽ വന്നപ്പോൾ വിചാരിച്ചത് അലൈൻ വേറൊരു എമിറേറ്റ് ആണെന്നാണ് വിചാരിച്ചത്. ഇവർക്ക് എമിറേറ്റ്സ് ഉണ്ടല്ലോ, അബുദാബി, ദുബൈ, ഷാർജ, അജ്മാൻ, ഫുജൈറ, ഉമുൽ അങ്ങനെ കുറച്ച് എമിറേറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിലത്തെ ഒരു എമിറേറ്റ് ആണെന്ന് വിചാരിച്ചു അലൈൻ എന്ന് പറയുന്നത്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് അലൈനും അബുദാബി എന്ന് പറയുന്നത് അബുദാബിയിൽ ഉള്ള ഒരു സിറ്റിയാണ് അലൈൻ. എമിറേറ്റ്സ് ആയിട്ടുള്ള അബുദാബിയിലുള്ള ഒരു സിറ്റിയാണ് അലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കുക ഇങ്ങോട്ട് അതൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ഇവിടുത്തെ ഒരു കൾച്ചർ കണ്ടിട്ട്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. അവിടെ കുറേ റെസിഡൻസിൻ്റെ പേരുണ്ട്. പുറത്ത് നമ്മൾ അതിലൂടെ പോകുമ്പോൾ കുറേ ഗദ്ദാമാസ് അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഇവിടെ താമസിക്കുക എന്ന് പറയുന്നത് ഈ പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫ് വേണ്ട ഒരു ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് താമസിക്കുക. കാരണം അത്രയും എന്താ പറയുക, ഒരു ഭയങ്കരമായ ഒരു ബഹളമോ ഒന്നുമില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഭാഗം. അലൈൻ്റെ ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുന്നത് നല്ല രസമുണ്ട് കാണാം. അപ്പം നമുക്കൊന്ന് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്കൊന്ന് നിർത്തി കാണാമല്ലോ എന്ന് നിർത്തിയതാണ്. സോ നമ്മൾ അവിടെ നിന്നും പോയി. ഇതൊക്കെ ഫാംസ് ആട്ടോ ഇവിടെ കൂടുതലായിട്ട്. അല്ലെങ്കിൽ ഫാംസ് ഉണ്ട്, ഈ പാം ട്രീൻ്റെ ഫാംസ്, ഡേറ്റ്സിൻ്റെ ഫാം ഉണ്ട്. കൂടുതലായിട്ടും അലൈൻ ഫാം ബേസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റി ആട്ടോ. കാരണം അവിടുത്തെ റെസിഡൻസ് തന്നെ ഈ ഒരു ഫാമിനെ ബേസ് ചെയ്തിട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു റെസിഡൻസാണ്, സിറ്റിസൺസ് തന്നെയാണ് ഇവിടുത്തെ. ഇവർ കൂടുതലായി അതുപോലെ തന്നെ ദുബൈയിലൊക്കെ ഇരുന്ന സിറ്റിസൺസ് ഇവർ കൂടുതൽ ക്രൗഡഡ് ആയപ്പോൾ അതുപോലെ തന്നെ ദുബൈ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു എമിറേറ്റ് ആണ്. അപ്പം ദുബൈയിലുള്ള സിറ്റിസൺസ് കൂടുതലായിട്ടും അവർ വില്ലാസൊക്കെ റെൻറ്റിന് കൊടുത്തിട്ട് അവർ അലൈൻ ഭാഗത്ത് പോയിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഫാംസൊക്കെ അവർ ഓൺ ചെയ്യുന്നുണ്ട് എമിറാത്തീസ്. അത് അവർക്ക് കുറച്ചും കൂടി ഹാപ്പിയർ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ നമ്മൾ കണ്ടിട്ടില്ല, അലൈനാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ സിറ്റിസൺസ് പോയി ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ട് വലിയ ബിഗ് ഹൗസസ് കെട്ടിയിട്ടിരിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ആൾക്കാർ കണ്ടതൊക്കെ. ഇത് നമ്മളിപ്പോൾ ഫ്രണ്ട് ജോലി ചെയ്യുന്ന സ്ഥലം എത്തിയിട്ടോ. ഫ്രണ്ട് അവിടെ ഷെഫാട്ടോ, അവിടെ വീട്ടിൽ ഷെഫാണ്. അപ്പോൾ നമ്മളിതേ അവർ ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ ഭാഗത്ത് അടിപൊളിയായിട്ടുണ്ട്. അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമായി
അതുപോലെ തന്നെ അവരെ ഫ്രണ്ടിൽ, ആ ഒരു വില്ലിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഡേറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, കുറച്ച് പഴുത്ത്. ഈ ഡേറ്റ്സ് എങ്ങനെ പഴുക്കുക എന്ന് വെച്ചാൽ സമ്മറിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ ഇവർ ആ ചൂട് തട്ടിയിട്ടാട്ടോ പഴുക്കുക. ചൂട് തട്ടിയിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് വീഴും ഡേറ്റ്സൊക്കെ. അതുകൊണ്ട് എത്ര ഡേറ്റ്സ്, അതുകൊണ്ട് ഇങ്ങനെ അവർ കെട്ടി വെച്ചിരിക്കുന്നത് പൊഴിഞ്ഞ് വീഴുന്നു. അപ്പോൾ അതേ ഷിഫാദ് പുറത്ത് നിൽക്കുന്ന 2 ഡേറ്റ്സ്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു ഡേറ്റ്സ് കിട്ടുമോ ചോദിച്ചു. അപ്പോൾ അവർ ആയിട്ടില്ല, പഴുപ്പായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചിങ്ങനെ 2-3 ടൈപ്പ് ഇങ്ങനെ ആയ ഒരു ടൈപ്പ് പൊട്ടിച്ചിട്ട് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ട്രാവലിംഗ് തുടങ്ങി. ഇതാണ് കേട്ടോ ഒമാൻ ദുബൈയിലെ UAE ഒമാൻ ബോർഡർ എന്ന് പറയും. നമ്മൾ അവിടം വരെ എത്തി. അവസാനം ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇത്രയും ദൂരം എത്തി. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു 8 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. 8 o'clock, 7:30, 8 o'clock അത്രയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എൻ്റെ മാമ എന്ന് പറയുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാറിൽ തന്നെ ഇരിക്കുള്ളൂ, പുറത്തിറങ്ങാൻ കുറച്ച് മടിയാണ്. പക്ഷെ നമ്മൾ അവിടെ ഇവിടെ നിർത്തി നമുക്ക് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങും. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ബോർഡർ എത്തി. പിന്നെ നമ്മൾ വിചാരിച്ചു പിന്നെ പ്രത്യേകിച്ച് പ്ലാനില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വന്ന് കറാമയിലെത്തി. നല്ല അടിപൊളി മന്തിയൊക്കെ കഴിച്ച്, ബാബൽ മന്തി എന്ന് പറയും, ആ മന്തിയൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ വ്ലോഗൊക്കെ സ്റ്റോപ്പ് ചെയ്ത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തോളം. താങ്ക് യു, ബൈ ബൈ.